ഹേ ഗൈസ്, കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന എൻക്വയറി എന്താണെന്ന് വെച്ചാൽ താലിമാല എവിടുന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ അത് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നതായിരുന്നു. അപ്പോൾ ആ ഒരു താലിമാല മാത്രമല്ല, അവർ കുറച്ച് ഐറ്റംസും കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ 2 താലിമാല, രണ്ടാമതായിട്ടൊരു കുറച്ചൊരു വലിയ മാലയാണ്. ഈ ഒരു ഐറ്റം എന്താണെന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നാലാമതായിട്ട് ഒരു ഐറ്റവും കൂടി ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഞാൻ താലിമാലയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ ആ വീഡിയോയിൽ ഈ മാലയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചെയിനിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ക്ലിയർ ഇല്ലാത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. സെക്കൻഡ് ആയിട്ട് ഇതാ ഈ ഒരു താലിമാലയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഡിസൈന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്കൊരു കുഞ്ഞി ഓമൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. 2 താലിമാലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലെങ്ത് ആണ് കേട്ടോ. എനിക്ക് ഈ ഒരു ലെങ്ത്തിൽ മാത്രമേ ഇഷ്ടമുള്ളൂ. ഷോർട്ടായിട്ടുള്ള മാലയാണ് എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള താലിമാല തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നല്ല കേട്ടോ, ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലയാണ്. റോസ് ഗോൾഡിൻ്റെ ഒരു നല്ല മാലയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ലെയറായിട്ട് വരുന്നൊരു മാലയാണ്. വേറെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ലെയറായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് എൻ്റെ കഴുത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാലാമതായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു മാലയാണ്. അപ്പോൾ ഇതായി സെറ്റ് സാരിക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. കുറച്ചൊരു ഹെവി ആയിട്ടുള്ള മാലയാണ്. ലക്ഷ്മി ദേവീൻ്റെ ആ ഒരു ഇതൊക്കെ വരുന്നൊരു നല്ല മാലയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ആ ഒരു സ്റ്റോണിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ വെയർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. സെറ്റ് സാരീൻ്റെ ഒക്കെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മാലയാണ്. ഈ ഒരു പാക്കറ്റിൽ വന്നിട്ട് നല്ലൊരു കമ്മലാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ ഇപ്പം കാണിച്ച മാലക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കമ്മലാണ്. ലക്ഷ്മി ദേവിന്റെ ആ ഒരു ഇതാണ് കേട്ടോ സ്റ്റഡായിട്ട് കൊടുത്തിട്ടുള്ളത്. കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കമ്മൽ തന്നെയാണ് കേട്ടോ. അതിൽ വേറെ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം എനിക്ക് കമ്മലിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ട് കമ്മലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കമ്മലിന്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പേജിൽ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പേജ് ഇവിടെ കൊളാബ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.